ഹലോ! എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം നമുക്കിന്നൊരു കൂൺ മസാലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ കൂണൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. റെഡിയാക്കി വെച്ചിട്ടില്ല. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി ഞാനിതൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം അത് മാറ്റി വെച്ചേക്കാം. നമുക്കിനി ഒരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് സവാള കുനുകുനാന്നരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ. അതിതുപോലൊന്ന് അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളക് ഞാൻ ഒരെണ്ണേ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 2 ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ഇത്തിരി എരിവ് കൂടുതലായിട്ട് ഈ മുളകിന് കുറച്ച് എരിവ് കൂടുതലായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരെണ്ണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുമെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവുന്നവരെയൊന്നും വഴറ്റിയെടുക്കുന്നില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടി ചതച്ചതാണ്. ഇനി അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ സവാള ഒന്നുകൂടി ഒന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി നല്ലൊരു മണം വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി, ഒരുപാട് വലുതല്ല എന്നാലും ഒരു സാമാന്യം വലുപ്പത്തിലുള്ള ഒരു തക്കാളി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളിയല്ല ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ തക്കാളി കൂടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. അപ്പോഴത്തേക്ക് നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, കൂടെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കൂടെ തന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് നോക്കിയതിന് ശേഷമാണ് വീണ്ടും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് വെള്ളം നമ്മളിതിലങ്ങ് ഒഴിച്ച് ഇതാക്കണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ എന്താ പറയുക, കൂണിടുമ്പോൾ കൂണിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ അതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് അധികം വെള്ളം ചേർക്കണ്ട കേട്ടോ. അപ്പോൾ അത് വെന്ത് കിട്ടാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഇതുപോലെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പീസാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൂണിട്ട് കൊടുക്കാം. അപ്പോൾ കൂണ് പെട്ടെന്ന് വെന്ത് വരും, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അതിൽ നിന്ന് വെള്ളവും കൂടി ഇറങ്ങുന്നതുകൊണ്ട് തന്നെ വേറെ വെള്ളം ഇനി ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൂണും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല എല്ലാം കൂണിലൊന്ന് പിടിക്കത്തക്ക വണ്ണം തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു 5 മിനിറ്റോളം തീ കുറച്ച് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കൂണിൽ നിന്ന് തന്നെ കുറച്ചുകൂടെ വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് വെന്ത് വന്നോളൂ കേട്ടോ. അപ്പം നമുക്കിത് ചോറിനൊപ്പം കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചപ്പാത്തി, അപ്പം അങ്ങനെ അതിൻ്റെ ആ ഒരു ഐറ്റത്തിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒരു പ്രാവശ്യം കൂണ് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്പോൾ മസാല എല്ലാം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, അതിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്നുകൂടി ഒന്ന് വറ്റി നമ്മുടെ കൂണൊക്കെ
വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച്, അതായത് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയുടെ ഫ്ലേവർ കൂടുതലായിട്ട് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ, ഇല്ല എരിവത്തിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണുകളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതും കൂടി ഇതിലേക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചി ഉണ്ടാവും. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്കറിയാം അധികം നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ കറിയെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മല്ലിയില ഇടണമെന്നുള്ളത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കേ.